വള്ളംകളി പ്രേമികളായിട്ടുള്ള ആറന്മുള അപ്പനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തെ ആരാധിക്കുന്ന ആൾക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ പമ്പയുടെ ഇരു കരകളിലും ഒത്തുകൂടിയിരിക്കുന്ന ഒന്നാം ട്രാക്കിലെ അരൂരാണോ, രണ്ടാം ട്രാക്കിലെ മലശ്ശേരി മലപ്പുതുശ്ശേരിയാണോ, മൂന്നാം ട്രാക്കിലെ ഇടശ്ശേരി കിഴക്കാണോ, നാലാം ട്രാക്കിലെ മേലുകരയാണോ, പറയുക അസാധ്യമാണ്. എനിക്ക് തോന്നുന്നത് നാലാം ട്രാക്കിലൂടെ വരുന്ന മേലുകരയാണ് അല്പം മുല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ പറയാൻ സാധിക്കില്ല. കട്ടയ്ക്കുള്ള മത്സരം, കുട്ടനാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, വളരെ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടം, പമ്പയുടെ ഓളങ്ങളെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോരാട്ടം. ഇത് തന്നെയാണ്, ഇത് കാണാൻ വേണ്ടി തന്നെയാണ് ഓരോ ആൾക്കാരും കാത്തിരിക്കുന്നത്. ഇവർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയാലും ഇവരാണ്, അല്ലെങ്കിൽ ഈ വള്ളമാണ് ജയിച്ചതെന്ന് നമുക്ക് പ്രവചിക്കുക അസാധ്യമാണ്. എന്തൊരു വരവാണ്, എന്തൊരു കാഴ്ചയാണ്. നാലാം ട്രാക്കിലുള്ള വള്ളം അല്പം അരവള്ളപ്പാട് മുന്നിലാണ്. നാലാം ട്രാക്കിലുള്ള വള്ളം മേലുകര അരവള്ളപ്പാട് മുന്നിലാണ്. പക്ഷേ വിജയിയാണോ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഫിനിഷിംഗ് പോയിന്റ് കടന്ന മേലുകര ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. മേലുകര ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. 2, 3, 4 സ്ഥാനങ്ങൾ ആർക്കാണ് എന്ന് പ്രവചിക്കുക അസാധ്യമാണ്. എന്തൊരു വള്ളംകളിയാണ്, എന്തൊരു അവസ്ഥയാണിത്. ഇത് കാണാൻ വേണ്ടിയല്ലേ ഓരോ വള്ളംകളി പ്രേമികളും കാത്തിരുന്നത്. വള്ളംകളി പ്രേമികളെ പുഴച്ചാത്തളിയിക്കുന്ന, രോമാഞ്ചം കൊള്ളിക്കുന്ന അതിഗംഭീരമായ ഒരു വള്ളംകളി. ഈ ഒരു വള്ളംകളി കാണാൻ വേണ്ടിയാണ് ഓരോ ആൾക്കാരും മണിക്കൂറുകൾ കാത്തിരുന്ന് ഇതിനു വേണ്ടിയുള്ള ആ നിമിഷത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. അതിഗംഭീരമായ വള്ളംകളി. ഇപ്പോൾ നമ്മളൊപ്പം CK അഭിലാലുണ്ട്. അഭിലാലേ, ഗംഭീരമായിരുന്നല്ലേ? ആദ്യം ഫിനിഷ് ചെയ്ത വള്ളം തന്നെ ഒന്നാമതെത്തി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വേഗത എന്നുള്ളത് വിജയെ നിശ്ചയിക്കുന്നതിന്റെ കേവലം ഒരു മാനദണ്ഡം മാത്രമാണ്. വേഷവിധ, പാട്ട്, തുഴച്ചിൽ, അതോടൊപ്പം തന്നെ അമരച്ചാർത്ത് എന്നിവ കൂടി പരിഗണിച്ചുകൊണ്ടാണ് വിജയിയെ നിശ്ചയിക്കുന്നത്. എന്തായാലും വള്ളംകളി പ്രേമികളും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വിശ്വാസികളും ഒക്കെ തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാത്തിരുന്ന ഫൈനൽ മത്സരം അവസാനിച്ചിരിക്കുന്നു. ഡിജിറ്റൽ സംവിധാനത്തോടുകൂടിയുള്ള വിജയികളെ നിർണ്ണയിക്കുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ്. അടുത്ത ഒരു 10 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ വിജയികളെ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുതന്നെയാണ് നേരത്തെ അഭിലാൽ സൂചിപ്പിച്ചതുപോലെ, ഏതെങ്കിലും വള്ളം ഒന്നാമത് വന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് വിജയിയായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. നെഹ്റു ട്രോഫിയിലോ അല്ലെങ്കിൽ കുട്ടനാട്ടിലേക്ക് വള്ളംകളിയിൽ കാണുന്നത് സമാനമായ രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ സാധിക്കില്ല. കാര്യം ഇത് ആറന്മുള വള്ളംകളിയാണ്, ആറന്മുള ജലോത്സവമാണ്, പാർത്ഥസാരഥിയുടെ ചൈതന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന പള്ളിയോടങ്ങൾ മത്സരിക്കുന്ന വള്ളമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കെട്ടൊരുക്ക് വേണം, അതിന്റെ ഒരു താളം വേണം, അതിന്റെ പാട്ട് എങ്ങനെയായിരുന്നു, നല്ലതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ നോക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു ഫൈനലിലേക്ക് പോവുക. എന്തെന്നായാലും അയിരൂർ അരവള്ളപ്പാടുകൾ മുന്നിൽ ആണ് മറ്റു വള്ളങ്ങളെ പിന്നിലാക്കിയത്. മല്ലപ്പുതുശ്ശേരി ഉണ്ടായിരുന്നു, ഇടശ്ശേരി മല ഉണ്ടായിരുന്നു, മേലുകര ഉണ്ടായിരുന്നു, മേലുകര അരവള്ളപ്പാടുകൾ മറ്റു വള്ളങ്ങളെ പിന്നിലാക്കിക്കൊണ്ടാണ് ഒരു മികച്ച ഒരു സമയം കണ്ടെത്തിയത്. എത്ര സമയത്തിനുള്ളിലാണ് അവർ ഫിനിഷ് ചെയ്തതെന്ന് നമുക്കിപ്പോൾ വിവരം കിട്ടിയിട്ടില്ല. പക്ഷേ ഹീറ്റ്സ് മത്സരത്തിൽ അവർ 4.44 സെക്കൻഡ് പോയിക്കൊണ്ടാണ് ഇപ്പോൾ 4.22 മിനിറ്റ്, അതായത് മേലുകര അതായത് എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത 4 പള്ളിയോടങ്ങൾ ഇതിലേക്ക് യോഗ്യത നേടിയ സമയം എന്ന് പറയുന്നത് അയിരൂർ 4 മിനിറ്റ് 32 സെക്കൻഡ് സമയമാണ്. മല്ലപ്പുഴശ്ശേരി 4 മിനിറ്റ് 33 സെക്കൻഡ് സമയം. ഇടശ്ശേരിമല കിഴക്ക് 4.42 മിനിറ്റ്. ഒപ്പം തന്നെ മേലുകര 4.44 മിനിറ്റ് സമയം എന്നിങ്ങനെയാണ് ഇവ ആദ്യപാദ മത്സരത്തിൽ പ്രകടനം കാഴ്ചവെച്ചത്. എന്നാൽ ഇത് വേഗത മാത്രം കണക്കിലെടുത്തല്ല വിജയികളെ നിശ്ചയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതര ജലോത്സവങ്ങളിൽ നിന്നും ആറന്മുള ജലോത്സവത്തെ വ്യത്യസ്തമാക്കുന്നത്. എന്തായാലും ശരി കാണാൻ ആദ്യം ഫിനിഷ് ചെയ്തത് മേലുകരയാണ്. എങ്കിലും ആരായിരിക്കും ചാമ്പ്യൻ എന്നറിയാൻ മറ്റു പല മാനദണ്ഡങ്ങളും ഉണ്ട്. കുറച്ച് സമയത്തിനകം തന്നെ ആ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആവേശകരമായിരുന്നു മത്സരം എന്നതിൽ യാതൊരു സംശയവുമില്ല.